നാരായണ. ഓം ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം എൻ്റെ മഹാത്മ്യം 1-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. നാരദൻ പറയുന്ന ഉത്തരങ്ങളാണ്. സനകാദി മഹർഷിമാരും നാരദനും തമ്മിലുള്ള സംവാദം. ഓം അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തദാ നാവശ്യം കുത്രചിത് ശർമ്മ മനസ്സന്തോഷകാരകം കലിന അധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ. നാരദൻ പറയാണ്, ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്തമം എന്ന് നമ്മളെല്ലാവരും ആ രീതിയിലാണ് ഭൂമിയെ കാണാറ്. അതിനും ഒരു കാരണമുണ്ട്. ഭൂമിയിലെ മനുഷ്യരിലെ ഗൃഹസ്ഥന്മാർ കൊടുക്കുന്നതാണ് ഈ 14 ലോകത്തെയും ഓരോരുത്തർക്കും ആഹാരം തൊട്ട് സകലതും എന്ന ഒരു വിധിയുണ്ട്. മുക്തി കിട്ടണോ ഭൂമിയിൽ അവസാനത്തെ ജന്മം വേണം എന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമിക്ക് പ്രത്യേകത. അപ്പോൾ ഈ ഭൂമിയിൽ നാരദൻ ഒരിക്കൽ പ്രവേശിച്ചു. എന്നിട്ട് പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമേശ്വരം, ഇങ്ങനെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിത്യ സാന്നിധ്യമുള്ള പല പ്രദേശങ്ങളും തീർത്ഥക്ഷേത്രങ്ങൾ, നദീതീരത്ത്, സമുദ്രതീരത്ത്, പർവ്വത സാനുക്കളിൽ, ക്ഷേത്രങ്ങളിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളം സജ്ജനങ്ങൾ വരാറുണ്ട്, സത്സംഗം കിട്ടും. അവിടെയൊക്കെ തീർത്ഥക്ഷേത്രങ്ങളായിട്ട് പറയണു. അവിടെ ചെല്ലുന്ന കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ പോകുമ്പോൾ തീർത്ഥാടനം എന്ന് പറയും. അപ്പം ഇങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് നാരദൻ ഭൂമിയിലെത്തി. എല്ലാ ദിക്കിലും സഞ്ചരിച്ചു. ഒരു സ്ഥലത്തും മനസ്സമാധാനം കാണാനില്ല, സുഖം എന്നുള്ളത് കാണാനില്ല. അധർമ്മത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള കലികന്മഷങ്ങളെ ഓരോരുത്തരിലും, അതേപോലെ തന്നെ ആ ദേശത്ത് പോലും മരങ്ങളായാലും പ്രാണികളായാലും തിര്യജാതിയായാലും മനുഷ്യരായാലും വിപരീതമായിട്ടാണ് കാണാറുള്ളത്. ഒക്കെ നെഗറ്റീവ്സാണ്. അപ്പോൾ ദേവന്മാരും അതേപോലെ തന്നെ വരിക, അനുഗ്രഹാധികാരങ്ങളൊക്കെ കഷ്ടിയാവും. എല്ലാ ദിക്കിലും ഇങ്ങനെ കലിദോഷം ബാധിച്ചതായിട്ട് കണ്ടു. അഹം തു പൃഥിവീം യാതോ, ഞാൻ ഭൂമിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തു. എന്തിന്? ജ്ഞാത്വ സർവ ഉത്തമമാമിതി, സർവോത്തമാം ഇതി, ഏറ്റവും ശ്രേഷ്ഠം ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർത്ഥക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉത്തമം ഏത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്തത് എന്നാണ് പറഞ്ഞത്. ശ്രീനാരദൻ ഭൂമിയിലേക്ക് വന്നത്, അഹം തു പൃഥ്വീം യാതോ, ഭൂമിയിലേക്ക് വന്നത് ജ്ഞാത്വ, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. സർവ ഉത്തമാം ഇതി, ഏറ്റവും ഉത്തമം ഏതിൽ? തീർത്ഥക്ഷേത്രങ്ങളിൽ. പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തത. ഇവിടെയൊക്കെ ഏവമാദിഷു തീർത്ഥേഷു, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, തീർത്ഥക്ഷേത്രങ്ങളിൽ ഭ്രമമാണ്, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. ഇതസ്തത, ഇവിടെ അവിടെ ഇവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. അപ്പോൾ നാരദൻ സ്വതേ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പം അവിടുത്തെയൊക്കെ കാര്യം ആലോചിച്ചാലോ. ഇതിപ്പോൾ തീർത്ഥക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ. അതിൽ പുഷ്കരം ഏറ്റവും പ്രധാനമാണ്. ബ്രഹ്മാവ് അവിടെ 2 താമര ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ് പ്രത്യേക. പിന്നെ പ്രയാഗ എന്നുള്ളത് 3 നദികൾ കൂടിച്ചേരുന്നതായിട്ടുള്ള സ്ഥലം, ഗംഗ, യമുന, സരസ്വതി. അതേപോലെ കാശി മഹാദേവൻ്റെ സ്ഥിര സാന്നിധ്യം. കാശി വൃന്ദാവനം ഒരിക്കലും നശിക്കില്ല, അത്ര ഉണ്ട് അവിടെ. മുക്തി സ്ഥലമാണ്. പിന്നെ ഗോദാവരി തീരം, അതും വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു നദീതീരമാണ്. പിന്നെ ഹരിക്ഷേത്രം, അതൊക്കെ ഇപ്പോൾ ഈ മറ്റേ സനകാദി മഹർഷിമാർ ഈ ഹരിദ്വാറിൽ
ഭാഗവതം നടത്തി എന്ന് പറഞ്ഞില്ലേ, എന്ന കൂട്ടത്തിലുള്ളൊരു സ്ഥലം ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, കുരുപാണ്ഡവ യുദ്ധം നടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ആചാര്യന്മാർ പറയാറുണ്ട്. അവിടെ പാടമായിരുന്നു അത്രേ. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് വെള്ളം ഒരു പക്ഷേ പോവാൻ സാധ്യതയുണ്ട്, അത്രയും കൂടുതൽ വെള്ളം വന്നു. അപ്പോൾ അച്ഛനും മകനും കൂടിയിട്ട് ഈ വല്ലപ്പോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, വരമ്പ് പൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവേ, അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ മുമ്പിൽ നടക്കുന്നുണ്ട്, മകൻ പിന്നിൽ നടക്കുന്നുണ്ട്. നോക്കുമ്പോൾ പോണ വഴിക്ക് വരമ്പിൻ്റെ അടിയിൽ കൂടെ ഒരു വലിയൊരു പോട് കണ്ടു, ഒരു പൊത്ത്, അതിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒന്നിച്ച് പോവുക. അപ്പോൾ വെള്ളം ധാരാളം നിൽക്കുന്നുണ്ട്. ആ പൊത്ത് അടച്ചിട്ടില്ലെങ്കിൽ ഈ വരമ്പ് പൊട്ടും ഉറപ്പാണ്. അപ്പോൾ കയ്യിലുള്ള ആയുധം കൊണ്ട് മകൻ്റെ ശിരസ് വെട്ടി ആ പോടടച്ചു എന്നാണ്. ആ ശരീരത്തെ ഈ വെള്ളം പോവാതെയാക്കാൻ പ്രയോഗിച്ചു എന്നാണ്. ഇത് ശ്രീകൃഷ്ണനും അർജുനനും ധർമ്മപുത്രരും ഒക്കെ കൂടിയിട്ട് കണ്ടു എന്നാണ്. അപ്പോൾ എവിടെയാണ് യുദ്ധസ്ഥലം വേണ്ടത് എന്ന് തിരയാണ് കൃഷ്ണനും ധർമ്മപുത്രരും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ധർമ്മപുത്രരോട് പറഞ്ഞു കൃഷ്ണൻ, ഇവിടെ ധർമ്മം നിലനിൽക്കും, ഇവിടെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്താ കാരണം? മക്കൾ പിന്നെയും ഉണ്ടാവും. ഈ കൊല്ലത്തെ കൃഷി നശിച്ചാൽ ഈ മക്കൾ ഉണ്ടാവാൻ ഉള്ള ആൾക്കാർ ജീവിക്കില്ല. മക്കളുണ്ടാവണം വെച്ചാൽ ആൾക്കാർ ജീവിക്കണ്ടേ? അപ്പോൾ ഒരു കൊല്ലം പട്ടിണിയായാൽ ഒരു കൊല്ലം ജീവിച്ച് നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ആഹാരം കഴിക്കാതെ കണ്ട്. ഒരു മകനെ നഷ്ടപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? അപ്പോൾ അതാണ് ധർമ്മം. ഈ ധർമ്മം നല്ലോണം അറിഞ്ഞാൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ. വളരെ സൂക്ഷ്മമാണ്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. വളരെ എന്താണ് പറയുക, ഒളിപ്പിച്ചിരിക്കുന്ന ചില സൂക്ഷ്മ തത്വങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ. പ്രത്യേകിച്ച് കൃഷ്ണതത്വം മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഇവിടെ കുരുക്ഷേത്രത്തിൽ പോയി, ശ്രീരംഗത്തിൽ പോയി, അതേപോലെ സേതുബന്ധനം രാമേശ്വരം അവിടെ പോയി, എല്ലാ ദിക്കിലും എനിക്ക് ഭ്രമമാണ് ഉണ്ടായത്. കാരണം അവിടെ ഒന്നും കാണാനില്ല, സാത്വികത കാണാനില്ല. അതുകൊണ്ടാണ്. എന്നാൽ ആവശ്യം കുത്രജിത് ശർമ്മ അവിടെ യാതൊന്നും കണ്ടില്ല. എന്ത് കണ്ടില്ല? മനസ്സന്തോഷകാരകം. അവിടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ ബ്രാഹ്മണരെ. ശർമ്മ എന്ന് വെച്ചാൽ അതാണ്, ബ്രാഹ്മണരാണ് സനകാദി മഹർഷിമാർ. അവിടെ എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, സാത്വികമായിട്ട് ഭക്തിയുള്ളവരെ കാണണ്ടേ, മനസ്സമാധാനമുള്ളവരെ കാണണ്ടേ, മനസ്സന്തോഷത്തിന് വേണ്ടത് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ. കലിന അധർമ്മമിത്രേണ, കലിദ്വാപരന്മാർ കൂടിയിട്ട് അങ്ങോട്ട് കലികന്മഷം എല്ലാവർക്കും എത്തിച്ചേർക്കണം. ഒന്നും മാർഗമില്ല. ധര ഇയം ബാധിത അധുന. ധര ഇയം ധരേയം. ധര എന്നുള്ളത് ഭൂമിയാണ്. ആ ഭൂമിയെ ഇപ്രകാരത്തിൽ ബാധിച്ചിരിക്കുന്നു. അധുന, പെട്ടെന്ന്. അപ്പോൾ കലികാല ദോഷം എപ്പോഴാണ്? ഭാഗവത പ്രകാരമുള്ള കണക്ക് 5000 കൊല്ലത്തിന് മുന്നെയാണ്. 5126 27 എന്നൊരു കണക്കുണ്ട്. കൃഷ്ണൻ മറിഞ്ഞ സമയം മുതൽ കലി തുടങ്ങിയെന്നാണ്. നാരദൻ പറയുകയാണ്, കലി തുടങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് അപ്പം കണ്ടതാണേ. അപ്പോൾ നൈമിഷാരണ്യത്തിൽ ഇത് തുടങ്ങിയിട്ടില്ല. അവിടെയാണ് ഈ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ ഓജസ്സും തേജസ്സും ഇല്ലാണ്ട് ഇരിക്കുന്നത് കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ പറയണം. ഇവിടെ വൃന്ദാവനത്തിൽ ഭക്തിക്ക് കുറച്ചൊരു യൗവനുണ്ട്. കാരണം കൃഷ്ണൻ ഓടി നടന്ന സ്ഥലമായതുകൊണ്ട്. വൃന്ദാവനത്തിനും കാശിക്കും മാത്രമേ ഇതുള്ളൂ, ഇനി വേറെ എവിടെ ഇല്ല. ശ്രീ നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവം ആദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തത ന അപശ്യം കുത്രചിത് ശർമ്മ മനഃ സന്തോഷകാരകം കലിന അധർമ്മമിത്രേണ ധര ഇയം ബാധിത അധുന. ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും പറയുകയാണ് എന്തൊക്കെയാ കണ്ടത്. 30ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. സത്യം നാസ്തി തപശൗചം
ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവ വരാഗ കൂടഭാഷിണ മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഹ്യുവദ്രുത പാഖണ്ഡനിരതാ സന്തോ വിരക്ത സപരിഗ്രഹ തരുണീ പ്രഭുതാഗേഃ ശാലകോ ബുദ്ധിദായക കന്യായ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമയവനൈരുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥാ ദേവതായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശ ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്ക്രിയോ നര കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. വളരെ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് കണ്ടതെന്നാ. അപ്പോൾ വേഷം കെട്ടൊന്നും നോക്കണ്ട. ഭസ്മക്കുറിയും ചന്ദനക്കുറിയും കുങ്കുമക്കുറിയൊക്കെ കാണും, മാലകളും കാണും. അതുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്ന് മനസ്സിലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കലിയുഗം. അങ്ങനെയാണ്. ഉദരം ഭരിണ, ജീവിതമാർഗമായിട്ട് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടേ ചിലവിന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണു. എന്ത് ചെയ്യണു? ഭാഗവതം വായിക്കണു. നിവൃത്തിയില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. പൂജ ചെയ്യണു, ശ്രാദ്ധം ചെയ്യണു. ഉദരം ഭരിണ, ഉദരത്തെ ഭരിക്കുന്നവർ. വരാഗാഹ, നിസ്സാരന്മാര്. എന്താ ഈ നിസ്സാരന്മാര്? സാരമില്ലാത്തവരെന്നാണ്. ഒരു ഗുരുത്വം ഇല്ല, അതാണ്. നിസ്സാരന്മാര് ഒരു ഗുരുത്വം ഇല്ലാത്തവരാണ്. കനം വേണ്ട എന്തെങ്കിലും ലേശം ഇല്ല. കൂടഭാഷിണ, ഉള്ളില് ഒന്ന് പുറത്ത് വേറൊന്ന്, അങ്ങനെയാ പറയുക. മഹാകേവന്മാരാവും, പണ്ഡിതന്മാരും ആവും, അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടാവും. പക്ഷെ പറഞ്ഞൊരു കാര്യമില്ല, കൂടഭാഷണം ചെയ്യും. ഉള്ളിലൊന്ന് വയ്ക്കും, പുറമേക്ക് വേറൊന്ന് പറയും. ഉപദ്രുതാഹ. ഇനി സജ്ജനങ്ങളാണെങ്കിലോ അവര് പലരെ കൊണ്ടും ഉപദ്രവം സഹിച്ചുകൊണ്ട് ഈ ഗതികെട്ട് ജീവിക്കുക, അങ്ങനെയല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. ഉപദ്രുതാഹ. പിന്നെയോ പാഖണ്ഡനിരതാഹ, വേദത്തിന് വിരുദ്ധമായതേ പറയൂ. അവനവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ കുറേശ്ശെ വക്രിക്കല് വരും. അപ്പോൾ എനിക്കിങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്താ എങ്ങനെയാ എന്ന് പറയാച്ചാൽ ഒരു സത്യമുണ്ട്. ഇതാണ് ശരി എന്ന് പറഞ്ഞാലോ അവിടെ അത് അർത്ഥസത്യം കൂടി അല്ലാണ്ടേ പാഖണ്ഡായിപ്പോയി. അതാണ് ഇന്ന് സംഭവിക്കണം. എന്താണോ വേണ്ടതിനെ ഗ്രഹിക്കില്ല. കാരണന്മാർ പറഞ്ഞ് കേൾക്കണം, ഗുരുക്കന്മാർ പറഞ്ഞ് കേൾക്കണം. നമ്മുടെ കാരണന്മാർ അവിടെ കുഴപ്പമായി. അതിൻ്റെയും കാരണന്മാർ കുറേ ഉണ്ട് ഇവിടെ. തലമുറ ഇങ്ങനെ മുകളിക്ക് പോകുമ്പോഴാണ് അതിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് മാത്രമേ വേണ്ട രീതിയിൽ വിദ്യ പ്രാപ്താക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നീടുള്ളവരെ ഉദരം ഭരണം അത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. വയറ് നിറക്കണ്ടേ? അപ്പോൾ പലതും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ വെച്ചാൽ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ചുണ്ടിയെടുക്കും. പിന്നെ ആ മകൻ മിണ്ടുവോ ചിലപ്പോൾ തല്ലും ചെയ്യും. ഇങ്ങനെ വിദ്യകൾ മുഴുവൻ അപൂർണമായി. ഒന്നും പഠിക്കാത്ത രക്ഷിതാക്കൾ, ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഭാവത്തിലെത്തിപ്പോയി. പിന്നെ ആ കുട്ടികൾക്ക് എന്താ മനസ്സിലാവുക? കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ എവിടുന്നാണ് കിട്ടുന്നത് വെച്ചാൽ അത് എടുക്കും. ആ എടുക്കുന്നത് തെറ്റാകുമ്പോഴോ വിദ്യാലയത്തിൽ നിന്നായാലും അമ്പലങ്ങളിൽ നിന്നായാലും ഇതേപോലെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്നായാലും കിട്ടേണ്ടത് വിപരീതമാണ് കിട്ടുകച്ചാലോ പഴച്ചിലിയാകെ. അപ്പം അങ്ങനെ പഴയ്ക്കാൻ പാടില്ല. ഇതിലുള്ളത് പറയുക, ഭാഗവതത്തിലുള്ളത് പറയുക. ഇപ്പം എന്താ വേണ്ടത്? നമുക്ക് ഗ്രന്ഥത്തെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. ദേവതയെ മാത്രം പോരാ, ഗുരുവിനെ മാത്രം പോരാ, ഗ്രന്ഥത്തെ വേണം പ്രമാണം. അപ്പോൾ പഴയ്ക്കാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം. വളരെയധികം മനസ്സിരുത്തണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മറവി കൊണ്ട് ചിലപ്പോൾ ഒക്കെ പഴയ്ക്കാറുണ്ട്, വാക്കുകളെ പഴയ്ക്കാറുണ്ട്. സ്തംഭനങ്ങൾ വരാം, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള സ്തംഭനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വേണ്ടത് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ചിലത് തെറ്റിപ്പിക്കൽ, അങ്ങനെ ഒരു ഇതുണ്ട്.
അങ്ങനെ തെറ്റിപ്പിക്കൽ വന്നു കഴിഞ്ഞാൽ വാക്കുപിഴ, ആ വാക്കുപിഴ ഇതിപ്പോൾ മറവുകൊണ്ടായിക്കൊള്ളുന്നില്ല, അല്ലാണ്ടെയും സംഭവിക്കാം. പിഴച്ച് പറയിക്കും, കൈകേയി പറഞ്ഞ പോലെ. അങ്ങനെ ധാരാളമുണ്ട്, കൈകേയി മാത്രമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരിക? പാഖണ്ഡ നിരതാഹ ആണ്. പിന്നെയോ സപരിഗ്രഹാഹ, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരേ ഉള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗൃഹസ്ഥാശ്രമം എല്ലാവരും സ്വീകരിക്കണോണ്ട് കുഴപ്പമില്ല. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് വേണം സന്യാസം. അപ്പോൾ വാനപ്രസ്ഥ കാലത്ത് തന്നെ സന്യസിച്ചും കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതും കഴിഞ്ഞാൽ മുഴുവൻ സന്യസിക്കണം. അപ്പോൾ അതിൽ സന്യാസത്തിലൊക്കെ വലിയ പിഴവാണ്. വാനപ്രസ്ഥം ഇല്ല, ഒക്കെ പ്രശ്നമാണ്. വേണ്ടത് സ്വീകരിക്കാൻ പറ്റില്ല, വേണ്ട പോലെ പ്രയോഗിക്കാൻ പറ്റില്ല. വിരക്തി ഇല്ല. വിരക്താഹ വിഷയവിമുഖന്മാർ, സപരിഗ്രഹാഹ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ, വിരക്താഹ വിഷയവിമുഖന്മാർ, ഗേഹേ ഗൃഹത്തിൽ, തരുണീ പ്രഭുത അവര് സ്ത്രീകൾക്ക് പ്രഭുത്വം അനുവദിച്ചു കൊടുത്തും കൊണ്ടാണ് സന്യാസിമാർ. അതായത് ഗൃഹസ്ഥ ആശ്രമം അതിൽ ജീവിക്കുന്ന ആൾക്കാർ ഗൃഹസ്ഥ ധർമ്മങ്ങൾ കുറേ ഉണ്ട്, അത് മുഴുവൻ പാലിക്കണം. അപ്പോൾ അത് പാലിക്കാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും? ഭരണം ഭാര്യമാരെ ഏൽപ്പിക്കും. അപ്പോൾ ആരാ ഭരിക്കുക? ഭാര്യമാരെ ഏൽപ്പിക്കുക. ഭാര്യമാരാ ഭരിക്കുക. അപ്പോൾ വേണ്ടത് വേണ്ട പോലെ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അവരുടെ സ്വാസ്ഥ്യത്തിനനുസരിച്ച് അവർ ചെയ്യും. അതൊക്കെ പിഴവാ. പിന്നെയോ ശാലകഹ, കുറച്ചൊരു ഈ ഭാര്യമാർ ഭർത്താക്കന്മാരെ എങ്ങനെ കളിപ്പിക്കും, അപ്പോൾ കോമാളിയായിട്ട് മാറും. പിന്നെയോ ബുദ്ധിദായക, സ്ത്രീകളാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അതല്ല വെച്ചാൽ ഭാര്യമാരുടെ സഹോദരന്മാർ, ശ്യാലന്മാർ, അവരൊക്കെയാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടേതായിട്ടുള്ള സ്വാർത്ഥം നടക്കാനാണ് ഈ ഭാര്യയുടെ ഭർത്താവ് വഴങ്ങി കൊടുക്കേണ്ടി വരിക. അപ്പോൾ എന്താ ഉണ്ടാവുക? പാഖണ്ഡമായിട്ട് വരും. ബുദ്ധിദായക കൽക്കനം, കലഹം, അത് കലഹേ ഉണ്ടാക്കുള്ളൂ. അതാണ് പെൺബുദ്ധി പിൻബുദ്ധി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പെൺബുദ്ധി വെച്ചാൽ പെണ്ണുങ്ങൾ പറയണത് എന്നല്ല, സ്ത്രൈണത ഉള്ളത്. സ്ത്രൈണത എന്നുള്ളത് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ കുടുങ്ങിപ്പോയിച്ചാൽ അവരാണ് സ്ത്രീകൾ. അത് മീശ പിരിച്ച് തരുന്നിട്ട് കാര്യമില്ല. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ലിംഗപരമായിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഈ മനോഭാവമാണ് ഉള്ളത്. ഈ വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുഖലോലുപരായിട്ട് വെച്ചാൽ ഇന്ദ്രിയ പ്രീതി, ദേഹപ്രീതി, മനസ്സിൻ്റെ പ്രീതി, അത് പ്രേയസാണ്. പ്രേയസിൽ കുടുങ്ങിയവരൊക്കെ സ്ത്രീകളാണ്. അത് സ്ത്രൈണതയാണ്. അത് ലിംഗപരമായിട്ട് പറയല്ല. അങ്ങനെ കൽക്കനം, കലഹം ഉണ്ടാവും. പിന്നെയോ ദേവതായതനാഹ, ഈ ക്ഷേത്രങ്ങളില്ലേ, ക്ഷേത്രങ്ങൾ വേണ്ട രീതിയിലാവില്ല എന്ന്. ദാവാനലഹ, കാട്ടുതീയ്, അട്ടം എന്ന് വെച്ചാൽ അന്നം, ഹോട്ടലൊക്കെ. അതുപോലെ ശൂലം, വിക്രയം. അട്ടശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അട്ടം എന്ന് പറഞ്ഞാൽ അന്നം, ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രയം. അവിടെ ഹോട്ടലിൽ സാധാരണ ഭക്ഷണം പൈസയ്ക്ക് കൊടുക്കുക. സ്വതേ ഭക്ഷണം പൈസയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ വെക്കണം, 7 ആൾക്ക് കൊടുത്ത് അതിലത്തെ 1 നമ്മൾ സ്വീകരിക്കണം. 8 ഭാഗിച്ചിട്ട് ഒരംശം നമ്മൾ സ്വീകരിക്കണം, ബാക്കിയുള്ളത് 8 വീതിച്ച് കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇത് മുഴുവൻ ഇപ്പോൾ കച്ചവടമായിട്ട് മാറി. ഈ 7 കച്ചവടം ചെയ്യും. അപ്പോൾ ലാഭമല്ലേ? അതാണ്. പിന്നെയോ ശിവം, വേദം, കേശം. കേശം എന്നുള്ളത് ഈ സ്ത്രീകളെ വേശ്യാവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഉദ്ദേശിച്ചത്. കേശശൂലിന്യ, കേശത്തെ വിക്രയം ചെയ്യുന്നവരെ. അപ്പോൾ വേശ്യാവൃത്തി ചെയ്യുന്നവരെ, ഹോട്ടൽ നടത്തുന്നവരെ ഒക്കെ പ്രശ്നക്കാരാണ്. എന്താ ചെയ്യുക? നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ജീവിക്കണ്ടേ. അപ്പം മനസ്സുകൊണ്ടെങ്കിലും വളരെ ശുദ്ധമാവണം എന്ന് വളരെയധികം പ്രാർത്ഥിക്കാം. അത്രേ പറ്റില്ല. സത്യം നാസ്തി, സത്യല്യ, തപ, ശൗചം, ദയ, ദാനം ന വിദ്യതേ, ഇതൊന്നും കാണാനില്ല.
ഉദരം ഭരിണഹ ജീവ, എല്ലാവരും വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വരാഗ കൂടഭാഷിണ, നിസ്സാരന്മാരായിട്ട് ഈ ഉള്ളിലൊന്നും വേറെ പറയുക, ഇങ്ങനെയുള്ള കളവ് പറയുന്നവർ. മന്ദ സുമന്ദമതയ, ബുദ്ധി കെട്ടവരാണ്. പിന്നെയോ മന്ദഭാഗ്യ ഹ്യുപദ്രുതാഹ, മന്ദഭാഗ്യന്മാരാണ്, മറ്റുള്ളവരാൽ ഉപദ്രവം സഹിക്കുന്നവരാണ്. പാഖണ്ഡനിരതാഹ, വക്രിച്ചേ പറയുള്ളൂ, ആ പ്രവൃത്തിയെ ചെയ്യുള്ളൂ. പിന്നെയോ സന്തഹ വിരക്കതാഹ സപരിഗ്രഹാഹ, സന്തഹ എന്നുള്ളത് സജ്ജനങ്ങൾ, സന്യാസികൾ ഒക്കെ സന്തന്മാരാണ്. സന്ത എന്നാ പറയുക അവരേക്ക, സന്മനസ്സുള്ളവർ. അവർക്ക് പോലും, ഈ വിരക്തന്മാരായിട്ടുള്ള അവർക്ക് പോലും ഈ സപരിഗ്രഹാഹ, പലപ്പോഴും കലികാലത്തിൽ ഗൃഹസ്ഥന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പം അതിൽ സന്യസിച്ചതിൻ്റെ ശേഷം വിവാഹം കഴിക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല എന്ന് ഭാഗവതം പറയുന്നുണ്ട്. തരുണി പ്രഭുഗേഹേ, സ്ത്രീകളാണ് അവിടെ പ്രഭുക്കളായിട്ടിരിക്കുക കുടുംബങ്ങളിലൊക്കെ. ശാരകോ ബുദ്ധിദായക, ഇപ്പോൾ ബുദ്ധി ഉപദേശിക്കുന്നവർ കുറച്ചൊരു സ്വാർത്ഥം ഉപയോഗിച്ചും കൊണ്ടായതുകൊണ്ട് ഈ ജീവിക്കുന്നയാൾ കോമാളിയായിട്ട് മാറും, ഈ ഭർത്താവ് കോമാളിയായിട്ട് മാറും. അതേപോലെ തന്നെ കന്യായ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം, അതേപോലെ കന്യകളെ വിൽക്കുക, അതൊക്കെ വലിയ ദോഷമാണ്. കന്യകളെ ദാനം ചെയ്യുകയാണ് വേണ്ടത്, കന്യകളെ വിൽക്കുക, കാശിനെ ഒരിക്കലും പാടില്ല. ലോഭാത്, ലോഭം കാരണമാണ്. ദമ്പതീനാം ച കൽക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലും എന്നും കലഹമാണ്. ആശ്രമ യവനൈഹി രുദ്ധാസ്തീർത്ഥാനി സരിതസ്തഥ, ജലാശയങ്ങളായാലും സരസ്സുകളായാലും തീർത്ഥക്ഷേത്രങ്ങളായാലും അതൊക്കെ യവനന്മാരാൽ അതിൻ്റെ ആ സാത്വികത നഷ്ടപ്പെടുത്തിയിരിക്കണു എന്ന് സാരം. അതേപോലെ ദേവതായതനാന്യത്ര ദുഷ്ടൈർ നഷ്ടാനി ഭൂരിശ, എല്ലാ അർത്ഥത്തിലും അമ്പലങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വിപരീതം എന്നുള്ള ഫലത്തിൽ എത്തിയിരിക്കുന്നു. പ്രവർത്തനങ്ങളൊക്കെ മോശം. ന യോഗി ന യുവസിദ്ധ, യോഗിയില്ല, ജ്ഞാനിയില്ല. ന ജ്ഞാനി സൽക്രിയോ നര, സത്കർമ്മം ചെയ്യുന്നവരുമില്ല. കലിതാവാനലേനാദ്യ, ഈ കലിദോഷങ്ങൾ ഇങ്ങനെ ചേർന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഓരോരുത്തരും എത്തപ്പെട്ടിരിക്കുന്നു. സാധനം ഭസ്മതാം ഗതം, സകലതും ഭസ്മത്തിലേക്ക് ഹോമിച്ചാൽ എന്താ ഉണ്ടാവുക? ആ കൂട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിപരീതമായിട്ട് വരുന്നു, ഒരു ഉപകാരമില്ലാത്ത രീതിയിൽ വരുന്നു. എന്താ കാരണം? ആർക്കും ജ്ഞാനമില്ല, സാത്വിക ഭാവമില്ല, അതാണ്. ചെയ്യുന്ന പ്രവൃത്തികളോ അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ജനപദങ്ങളൊക്കെ ഈ ആഹാരത്തെ വിറ്റുകൊണ്ട്, അതേപോലെ ഈ ശിവം ആയതൊക്കെ ഭാഗവതം, പൂജ, വേദം, ഇതൊക്കെ നാമജപം, ഇതൊക്കെ വിറ്റ് കാശാക്കുക. ബ്രാഹ്മണരുൾപ്പെടെ എന്താ ചെയ്യുക? ഒക്കെ വിപരീതമായിട്ടാണ് വരിക. മാത്രമല്ല എല്ലാവർക്കും ഈ കല്യാണങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ കാമിനി കാമുകന്മാർ മുഴുവൻ ശരീരത്തെ മാത്രം ഇഷ്ടപ്പെടുന്നു. മനസ്സിനെയോ ഭഗവാങ്കലെത്താനുള്ള സാത്വിക ഭാവത്തെയോ അതല്ലെങ്കിൽ ഈ ഉപാസനാ സമ്പ്രദായത്തെ ഫോളോ ചെയ്യുന്നവരെ അങ്ങനെയൊന്നും കാണാനില്ല എന്നാ. അതൊക്കെ കലികാലത്തിൽ കലൗ ഇഹ, ഈ കലികാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. ഇത് കണ്ടു ആരത്? നാരദൻ. അതാണ് ഇത്രയും പറഞ്ഞത്. ഇപ്പം 35-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവ വരാഗ കൂടഭാഷിണ മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുത പാഖണ്ഡനിരത സന്തോ വിരക്ത സ പരിഗ്രഹ തരുണീ പ്രഭുത ഗേഹേ ശാലകോ ബുദ്ധിദായക കന്യായ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമ യവനൈഹി രുദ്ധാഃ തീർത്ഥാനി സരിതഃ തഥാ ദേവതായതന അന്യത്ര ദേവതായതനാനി അന്യത്ര
ദേവതായതനാഹ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ. അന്യത്ര ദേവതായതനാഹ, ദേവതായതനാഹ, ദേവത അയതനാഹ, ദേവന്മാര് അയതനം ചെയ്യുന്നത്, അവിടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ദേവന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലം ക്ഷേത്രം. ദേവത അയതനാഹ. അപ്പോൾ ദേവന്മാർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ക്ഷേത്രം ആണ്. ദേവത അയതന അന്യത്ര. അപ്പോൾ ക്ഷേത്രങ്ങളിലും മറ്റ് തീർത്ഥ സ്ഥലങ്ങളിലും, നദീതീരായാലും പർവ്വതങ്ങളായാലും ബ്രാഹ്മണാലയങ്ങളിൽ വരെ എന്തില്ല, ഈ സാത്വികത ഇല്ല. അതാണ് ദേവതായതന അന്യത്ര ദുഷ്ടൈഹി നഷ്ടാനി ഭൂരിശാം. എല്ലാവരും ദുഷ്ടന്മാരാണ്. അവിടെ എന്താ നഷ്ടപ്പെട്ടത്? സാത്വികത നഷ്ടപ്പെട്ടു. ന യോഗി നൈവ സിദ്ധോ വാ ന ജ്ഞാനി സത്ക്രിയോ നര. യോഗികളില്ലാണ്ട് ചെയ്യുന്നു, സിദ്ധന്മാരില്ല, ജ്ഞാനികളില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരില്ല. എന്താ കാരണം? കലിദാവാനലേനാദ്യ. കലിദാവാനലേന. ദാവെന്ന് പറഞ്ഞാൽ കാടാണ്, അനലം എന്ന് പറഞ്ഞാൽ തീയാണ്. അപ്പം കാട്ടു തീയ്. കലിയുടെ ദോഷമാകുന്ന ഈ കാട്ടു തീയ്, കലി ദാവ അനലേന. കലികാലം, ദാവ തീയ്, ദാവ കാട് കൂട്ടമായിട്ട് ഒന്നിച്ച് വരുന്നു എന്നർത്ഥം. ദഹിപ്പിക്കാൻ കഴിവുള്ളത് എന്നർത്ഥം. അതാണ് അനലൻ. അപ്പോൾ അങ്ങനെയുള്ള കാട്ടുതീയ്, കലികാലത്തിൻ്റെതായിട്ടുള്ള ദോഷമാകുന്ന ഈ കാട്ടുതീയിൽ അദ്യ ഇപ്പോൾ സാധനം ഭസ്മതാംഗതം സർവവും സാധനങ്ങൾ, ഇതിപ്പോൾ മറ്റേ മനുഷ്യരാവാം, അല്ലെങ്കിൽ ജീവജാലങ്ങളാവാം. അതല്ല, നമ്മുടെ ഈ സാത്വികത, മനുഷ്യത്വം, അതേപോലെ സദ്ഭാവങ്ങൾ കുറേയുണ്ട്. അത് മുഴുവൻ നശിച്ചു പോയി, കത്തിപ്പോയി. അതാണ്, മുഴുവൻ ഭസ്മീകരിക്കപ്പെട്ടു. ഈശ്വരോപാസന പോലും ഈശ്വര വിശ്വാസമില്ല. അങ്ങനല്ലേ? ഒന്നുമില്ല, ഭക്തിയില്ല, ജ്ഞാനമില്ല, വൈരാഗ്യമില്ല. അതാണ് എൻ്റെ കാരണം. ഇതാണ് എന്താണ്? എല്ലാവരും വിപരീതം ചെയ്തുകൊണ്ടിരിക്കുക. അട്ടശൂല, ശിവശൂല, കാമിന്യ, കേശശൂലിന്യ. അതാണ് കുഴപ്പം. അന്നത്തെ വിൽക്കണു അട്ടശൂല, ശിവശൂല. ഈ ശിവം ആയിട്ടുള്ള മുഴുവൻ വിൽക്കപ്പെടുന്നു. വേദം എന്തായാലും, ബ്രാഹ്മണ്യം ഇല്ലേ, നാമായാലും ഒക്കെ വിൽക്കപ്പെടുകയാണേ. എന്തിനാ? കന്യകയെ വിൽക്കണു, സ്ത്രീകളെ വിൽക്കണു. ഇപ്പോൾ പ്രശ്നമാണ്. കാമിന്യ അഥവാ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്തിനാ? കേശശൂലിന്യ. അതാണ് ശരീരത്തിന്, ഈ ശരീരഭോഗം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാമിനി കാമുകന്മാരല്ലാണ്ട് വേറെ ഒന്നിനുമല്ല. എന്തിനാ വേണ്ടത്? സഹധർമ്മം ചരത. ഇങ്ങനെയാണ് ഭഗവാങ്കലിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം സഹായിക്കൂ. പൂവ് കൊണ്ടു, ചമത കൊണ്ടു, നിലം ശുദ്ധിയാക്കൂ, വസ്ത്രം തിരുമ്പി കൊടുക്കൂ, എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ, നേദ്യം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പം അങ്ങനെയല്ല എന്ന് പറയുകയാണ്. അട്ടശൂല ജനപദ ശിവശൂല ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലൗ ഇഹ. ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു കരിദോഷങ്ങളെ. 35-ാമത്തെ ശ്ലോകം വരെ. ഇനി 36-ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.